ദാ ഈ ഐസ്ക്രീം സ്റ്റിക്സ് കയ്യിൽ കിട്ടിയ മുതലേ ഞാൻ വിചാരിക്കായിരുന്നു ഈ ഒരു സാധനം ഉണ്ടാക്കണം എന്ന്. പണ്ട് ചെറുപ്പത്തിൽ TV ഒക്കെ കാണുമ്പോൾ അതിൽ ആർട്ടിസ്റ്റുകൾ ചിത്രകാരന്മാരൊക്കെ ഈ ഒരു സാധനത്തിന്റെ മുകളിൽ ക്യാൻവാസ് ഒക്കെ വെച്ച് പടം വരക്കുന്ന കാണുമ്പോൾ തൊട്ടേ എനിക്ക് ഈ സാധനം വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ചു. അത് വേറൊരു കാര്യം. ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും ടേബിൾ മുതൽ ഇങ്ങനെ ഒരു സാധനം ഞാൻ കാണാറുണ്ട്. അപ്പം തൊട്ട് എനിക്കൊരു ആഗ്രഹം തുടങ്ങിയതാണ് ഈ ഒരു സാധനം ഉണ്ടാക്കണമെന്ന്. എൻ്റെ കയ്യിലാണെങ്കിൽ ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഞാൻ ഇത്രയും കാലം ഇത് ഉണ്ടാക്കാഞ്ഞത്. അങ്ങനെ ഒരു ദിവസം ഞാൻ കടയിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് ഞാൻ കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചു. അപ്പം നോക്കുമ്പോൾ ഈ സാധനം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കയ്യോടെ ഇത് വാങ്ങിക്കൊണ്ടുവന്നു. ഇതിപ്പോൾ വാങ്ങി വെച്ചിട്ടൊരു കുറേ ദിവസമായി. ഞാൻ ആദ്യം കരുതി ഇത് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണെന്ന്. പിന്നെ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വളരെ സിമ്പിളാ. ഞാനാണെങ്കിൽ ആ ടൈമിൽ ട്രൈപോഡൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ള സമയമായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തായാലും ട്രൈപോഡൊക്കെ വന്നിട്ട് അതിലെടുക്കാമെന്ന്. അതാണ് ഇത്രയും ലേറ്റ് ആയത് ഈ ഒരു വീഡിയോയുടെ. നമ്മുടെ കയ്യിൽ ഒരു 6 സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും. അഥവാ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇല്ല എന്ന് വെച്ചാൽ പേടിക്കണ്ട, എന്തായാലും ചോക്കോബാറും മാംഗോ ബാറൊക്കെ കഴിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പം എന്ത് ചെയ്യുക, അതിൻ്റെ ആ ഒരു സ്റ്റിക്ക് കളയാണ്ട് സൂക്ഷിച്ചു വെക്കാം. എനിക്ക് എന്താ അറിയില്ല, ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ കുറേ കാലമായാലും ഞാൻ ഈ സാധനം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ ഫോട്ടോസ് വെക്കാം, ഇല്ല എന്തെങ്കിലും ഡ്രോയിങ്സ് പെയിന്റിങ്സ് ഒക്കെ വെക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.